എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനൊരു ഓഫീസ് വ്ലോഗായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എൻ്റെ വ്ലോഗില്ലാതെ കുറേ ആൾക്കാരുടെ ജീനേച്ചനെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇത് നമ്മളെ ഓഫീസിലെ പുതിയ ചേച്ചിയാണ്, സജീവ ചേച്ചി. ഇത് സനീഷ് ഇവനെ വീഡിയോയിൽ കാണാൻ സാധ്യതയുണ്ട്. ചേച്ചിനെ കാണാൻ ഞാൻ ഷോർട്സിലൊക്കെ ഇവർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ മെയിൻ അജണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ക്രിസ്മസ് ട്രീ സെറ്റ് ആക്കലാണ്. കൈയടിച്ച് പാസ്സായിക്കോളൂ എല്ലാവരും. ഞങ്ങളുടെ ഓഫീസിൽ ഇന്ന് വരെ ക്രിസ്മസ് ട്രീ വെച്ചിട്ടില്ല. നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്, അതുപോലെ തന്നെ സ്റ്റാറും തൂക്കാറുണ്ട് കേട്ടോ. നമ്മൾ സാറിപ്പോൾ പർച്ചേസിന് പുറത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ സാറ് പോയി വരുമ്പോഴത്തേന് സാറിനൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഞങ്ങളുടെ പ്ലാന്. ഇന്ന് വരില്ല, നാളെ വരും കേട്ടോ. അപ്പോൾ അതെന്തായാലും നോക്കിയിട്ട് ഞങ്ങൾ ചെയ്യട്ടെ. അപ്പം നമ്മൾ എന്തായാലും ട്രീ ഒക്കെ സെറ്റ് ആക്കട്ടെ. ഇന്നലെ നമ്മൾ ട്രീ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്ന് സെറ്റ് ആക്കട്ടെ. ഞാൻ സെറ്റ് ആക്കാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ഫോൺ എങ്ങനെയോ സാഹസികമായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വെക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവരൊക്കെ അപ്പം നമുക്കിവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. രേഷ്മേച്ചി ആശിക്കൊന്നും വന്നിട്ടില്ല. അവർക്ക് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട കുറച്ച് പണിയുണ്ട്. നമ്മളൊരു 10-15 മിനിറ്റത്തെ ഒരു ഇടവേളയ്ക്ക് വന്നിട്ടുള്ളതാണ്. വേഗം സെറ്റ് ആക്കിയിട്ട് പോകണം കേട്ടോ. എന്നിട്ട് വേണം ഞങ്ങൾ ബാക്കി പണിയൊക്കെ തീർക്കാൻ നോക്കിയിട്ടില്ല. ഇതിന് 250 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സാധനത്തിന്. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. വീട്ടിലേക്ക് സെറ്റ് ആക്കിയിട്ടില്ല, അതും സെറ്റ് ആക്കണം. പക്ഷെ നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ലൈറ്റ് വാങ്ങിയിട്ടില്ല. അത് വലിയൊരു ഇവരാരും വേണ്ടുന്നില്ല ഗൈസ്. ഞാൻ മാത്രം കിണുകിണെന്ന് വർത്താനം പറയുന്നുണ്ട്. സനീഷിന് പനിയൊക്കെയാണ്, അതുകൊണ്ടാണ് അവൻ മാസ്ക് ഇട്ടിരിക്കുന്നത്. ഇതാണ് നമ്മളൊരു കുട്ടി ട്രീ ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. കുട്ടിയാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. അല്ലേ, ഇവർക്ക് ഇഷ്ടപ്പെട്ട വലിപ്പം തോന്നും. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ സാധനം കിട്ടിയിട്ടുള്ളത്. അതിന്റെ 3 കാലുണ്ട്. കാലൊന്നും ശരിയാക്കിയത് ഇങ്ങനെ ഇങ്ങനല്ലേ? അല്ല ഇത് തിരിഞ്ഞ് ഇങ്ങനെ ഇരിക്കണ്ടേ? നേരെ ഇങ്ങനെയല്ലേ, കുത്തനല്ലേ ഇരിക്കണ്ടേ? ഓക്കെ, സെറ്റ് ആയി. ഇവിടെ വെച്ച് പഠിച്ചിട്ടുണ്ട്. എനിക്ക് വീട്ടിൽ പോയിരുന്നു പഠിക്കും. ഇന്നലെ വാങ്ങിച്ചു. ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ട്രീ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ. ആ ട്രീ എടുത്ത് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഇവിടേക്ക് ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു നല്ല റേറ്റ് ഉണ്ടാകും ക്രിസ്മസ് ട്രീക്കൊക്കെ. പക്ഷേ 250 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യമുള്ളതാണ് കിട്ടും. ഇത് വെക്കണേ എന്തോ രസപ്പശത് കിട്ടുന്നുണ്ട്. ഇപ്പുറത്തേല് ചോക്ക് ഒന്ന് ശരിയായി. പക്ഷെങ്കിൽ ബാക്കിയൊന്നും സെറ്റ് ആയില്ലേ? ഇനി ഇതിൽ എന്തൊക്കെയോ ഒരു ഇതാ ഇങ്ങനെയുണ്ട്. ഇതിന്റെ അടിഭാഗം ഇങ്ങനെയാണ് ഉള്ളത്. ഇരിക്കുന്നുണ്ട്, സാധനം ഇരിക്കുന്നുണ്ട് കേട്ടോ, വീഴാതെ. ചിലപ്പോ ചിലത് വീഴും. ഇനിയിപ്പോ നമ്മള് എല്ലാരും വട്ടം കൂടി ഇരുന്നിട്ട് അത്തപ്പൂക്കൾ ഇടണമാരെ ഞങ്ങൾ ക്രിസ്മസിന്റെ ഇരിക്കുകയാണ്. നീ വന്നവാ. നമ്മളിങ്ങനെ ഭംഗിയുണ്ടല്ലേ? നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ രസമുണ്ട്. ഞാൻ ഇതൊക്കെ തീരല്ലാമേ. ഇത് സാറിന് ശരിക്കും ഭയങ്കര സർപ്രൈസ് ആണ്. സാർ ഒരിക്കലും വിചാരിക്കുന്നുണ്ടാവില്ല നമ്മൾ ക്രിസ്മസ് ട്രീ. ഞാൻ സാറ് പോയപ്പോഴേ പറഞ്ഞു സാറിന് വരുമ്പോൾ സാറിന് ഭയങ്കര സർപ്രൈസ് ഞങ്ങൾ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ആള് ഇന്ന് വരികയാണെങ്കിൽ ഇന്ന് ഞാൻ വീഡിയോ ഉണ്ടല്ലേ? ആള് ഇന്ന് വരികയാണെങ്കിൽ നോക്കട്ടെ, റിയാക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് എടുക്കാം, അല്ലെങ്കിൽ എന്നാ നോക്കാം. മൺഡേ ആയിരിക്കും. ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഇത് അടിപൊളി കേട്ടോ. 250 രൂപയ്ക്ക് സെറ്റ് സാധനാ. അപ്പൊ വീട്ടിൽ വാങ്ങിയ നഷ്ടമല്ല എനിക്ക്. ഞാൻ ഇതിങ്ങനെ നമ്മൾ വിടർത്തി കണ്ടില്ല. അപ്പൊ ഇതെങ്ങനെ ഇരിക്കും നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതൊരു 450 ഉണ്ട്. അത് ഭയങ്കര വലുതാ, നല്ല രസം അത് കാണാം. പക്ഷെ ഇത് അത്യാവശ്യം തിക്കാണ് കേട്ടോ. ബൾബ് പക്ഷെ നമ്മൾ വാങ്ങിക്കാൻ മറന്നുപോയി, ഓർത്തിട്ടില്ല ബൾബിന്റെ കാര്യം. പക്ഷെ അത്യാവശ്യം തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടേ. നമ്മൾ ഓൺലൈനൊക്കെ നോക്കുമ്പോ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. പക്ഷെ ഉണ്ട് 200 ഉണ്ട്. അത് ഇവിടെ എത്തുമ്പോ എങ്ങനെയാ സൈസ് അറിയാത്തോണ്ട് നമ്മൾ വാങ്ങിയില്ല. ഇവിടെ ചുങ്കത്രയിൽ തന്നെ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ്, ചെറുവത്തൂർ ഫാൻസിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അതിന്റെ ഒരു ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇത് അടിപൊളി സാധനം കേട്ടോ, നല്ല രസമുണ്ട്. ഇത് ഞാൻ ബാക്ക് ക്യാമറ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ ഇങ്ങനെയുണ്ടോ? നമ്മളുടെ ചീനേച്ചിനെ കാണുന്നുണ്ട് ഇടയ്ക്ക്. ഹായ്. ഇതിങ്ങനെയാണോ? അതെ, പച്ച പരിഷ്കാരിയായിട്ട് ജീനേച്ചത് പച്ച ഡ്രസ് ഇട്ട് വന്നിരിക്കുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ടൊന്ന് വൈറ്റ് വളർത്തിക്കുന്നേ.
അപ്പൊ നമ്മൾക്കുള്ള ഡെക്കറേഷൻസ് സെറ്റ് ആക്കാം. ആക്ച്വലി ഞാനും ജീനേച്ചി ക്രിസ്മസ് ട്രീ വാങ്ങിയപ്പോൾ ഇത്ര തിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഈ ഒരു സാധനം കൂടി വാങ്ങി. ഞാനൊരു യൂട്യൂബിൽ തന്നെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ മെലിഞ്ഞ ക്രിസ്മസ് ട്രീനെ തടി വെപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം കൊണ്ടൊന്ന് ചുറ്റിയാൽ മതി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. സമയത്ത് അത്യാവശ്യം തിക്കുണ്ട്. ഇനി ഇതും കൂടെ ചുറ്റി ഞാൻ കാണിച്ചു തരാം. കുഞ്ഞി പപ്പേനെ ഒരാൾ കണ്ടിരിക്കുക. ആദ്യം നമുക്കൊരു കാര്യം ചെയ്യാം, ഈ സാധനം നമുക്ക് ഇതിലേക്ക് ചുറ്റാം. ഞാനാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കണേ ഫോൺ ഈ വാതിൽ ചാരി വെച്ചിരിക്കുക, കാറ്റടിച്ച് വീഡിയോ. ഇതിങ്ങനെ നൂൽക്കമ്പി ഉള്ള ഒരു സാധനമാണ് കേട്ടോ. നൂൽക്കമ്പി ജസ്റ്റ് ഇങ്ങനെ ഒടിച്ച് മടക്കിട്ട് നമുക്ക് വെക്കാൻ പറ്റും. നമ്മൾ 2 എണ്ണം വാങ്ങി. ഇത് ഒരെണ്ണത്തിന് 35 രൂപയാണ്. 25 25 35 അങ്ങനെ എന്തോ ആണ് ഈ ഒരു വള്ളിക്കുള്ളത്. നല്ല ചൂടിട്ടോ. ഫാനൊക്കെ ഓഫാക്കിയിട്ടോടെ വന്നിരിക്കണേ. വീഡിയോയ്ക്ക് ഒന്ന് താഴത്തോട്ട് ഒച്ച സൗണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ കൂടി ഡാർക്ക് ഗ്രീനും കൂടെ വരുമ്പോ ഒറിജിനൽ ഒരു ഇതുപോലെ തോന്നണം. അപ്പൊ നമ്മള് ഏകദേശം നമ്മളുടെ ട്രീ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതിന്റെ മേലെ കാണുന്നില്ല, ലാസ്റ്റ് മേലെ കാണിക്കാട്ടോ. അതിന്റെ വീട്ടിൽ മാക്സിമം ഇത്ര അത് കിട്ടിയില്ല. നമ്മുടെ ഡെക്കറേഷൻസ് ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റാർ വാങ്ങിയിട്ടുണ്ട്. അയ്യോ ബെല്ല് ബെല്ല് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു ഉണ്ടുണ്ടുണ്ടുണ്ട് ഫോൺ വാങ്ങിയിട്ടുണ്ട്. പിന്നെ 2 കളകളാന്ന് മിന്നുന്ന ഒരു സ്റ്റാറും നോർമൽ ഒരു സ്റ്റാറും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ക്രിസ്മസ് താത്തേനെ വാങ്ങിയിട്ടുണ്ട്. ഓ ഈ മാനേജർ തളർത്താണ് ഗൈസ്. നിങ്ങൾ കാണുന്ന മുളയിലൊന്നുള്ളാണ് മാനേജർ ഇവിടെ നിന്നിട്ട്. മാനേജറോട് വരരുത് പറഞ്ഞു. ഓൺ സ്പോളിൽ ഇവിടെ എത്തി, പറന്നെത്തി. ട്രെയിനിൽ ആവശ്യം കാണിക്കാട്ടോ. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ സെറ്റ് ആക്കട്ടെ ഓരോന്ന്. ഇപ്പൊ തന്നെ ഓരോന്ന് വീണ്ടും. പിന്നെ ഇതൊക്കെ സുഖമാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കൊളുത്തി വെച്ചാൽ മതിയാ. ഈ സാധനം നമ്മൾ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കൊളുത്തി ഇട്ടാ മതി കേട്ടോ. ഇതിലേക്ക് ഇങ്ങനെ ഇത് കൊളത്തിയിടുമ്പോ എന്താ പറയാ, ഒന്ന് ഇങ്ങനെ ഇടണം കേട്ടോ. 2 ഇതാ ചുറ്റു പോലെ. എന്റെ ഫസ്റ്റത്തെ ക്രിസ്മസ് ട്രീ ഒരിക്കലാട്ടോ. ഒറിജിനൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അല്ലാതെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് എൻ്റെ ഇത് വീഡിയോ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒറിജിനൽ ട്രീ റെഡിയാക്കൽ എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ടൈമാണ്. കോളേജിലൊന്നും പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സെലിബ്രേഷൻ ഉണ്ട്, പക്ഷേ ട്രീ സെറ്റിങ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഡെക്കറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പുൽക്കൂട് നിർമ്മിക്കലൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഞാനിത് പറഞ്ഞപ്പോൾ സഞ്ജയനോട് പറയുന്നത് ഒരു പുൽക്കൂടും കൂടെ വീടുണ്ടാക്കിയിരുന്നു. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തോണ്ട് ഉണ്ടാക്കി. ഇതിന്റെ ഇത് പോയില്ലേ. അടുത്ത് നമ്മൾ ഈ ഒരു ബെല്ലുണ്ട് വെക്കുന്നത്. ഇതിപ്പോ ഇത് വെച്ചപ്പോ തീരെ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിച്ചില്ലല്ലോ ട്രീ ഇത്രയും വലിപ്പാവും എന്നുള്ളത്. ട്രീ ആക്ച്വലി അത്യാവശ്യം വലിയ ട്രീ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡെക്കറേഷൻ ഇങ്ങനത്തെ ഓരോന്നേ ആയിട്ടുള്ളൂ. വലിയ ബോൾ കൂടെ നോക്കട്ടെ. ഇതൊക്കെ വെച്ച് കഴിയുമ്പോ മേ ബി ശരിയാവേ. ബെല്ലൊക്കെ ഇങ്ങനെ ബെല്ലൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇതിലൊരു കമ്പി പോലെ സാധനം ഉണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. റെഡിയാക്കും. ഏകദേശം നമ്മൾ സെറ്റ് ആക്കിട്ടോ. ഈ ഒരു ബെല്ലും കൂടെ വെക്കാണ്. ഏകദേശം സെറ്റ് ആക്കി ഡെക്കറേഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സൈഡിലേക്ക് ഒന്നും ഇല്ലാതെ. അപ്പൊ ഇനി ഈ ഒരു സാധനം കൂടിയുള്ള നമുക്ക് നിർത്താന്. ഇതാണ് 4-5 എത്ര ഇതിനൊക്കെ. ഇതിനെത്ര 20-30? ഇതിന് 50 കേട്ടോ. ഇതിന് 50. അതുപോലെ തന്നെ ഇതിന് 30. ഇതിന് 30. ഈ ക്രിസ്മസ് പാപ്പയ്ക്ക് 50 രൂപയുണ്ട്. ഇതിന്റെ വലിയ ബോൾ സൈസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് കുഞ്ഞ് ക്രിസ്മസ് ട്രീ ആവുന്ന വിചാരിച്ച് ഞങ്ങൾ വാങ്ങിയില്ല. ഇത്രയും വലിപ്പം ഉണ്ടാവുന്ന എക്സ്പെക്ട് ചെയ്തിട്ടില്ല സത്യസന്ധമായി പറഞ്ഞു. ജസ്റ്റ് ഒന്ന് തൂക്കി മാത്രം ഇട്ടാൽ മതി. കുളത്തി ഇട്ടാൽ മതി. ഇല്ലാത്ത സ്ഥലത്ത് വെക്കും. ഇവിടെ എവിടെയോ നമുക്ക് കുറവ് തോന്നുന്നു.
സനുഷ ഇവിടെ തൂക്കിക്കേടാ അത് ശരിക്കും അന്ന് ശരിക്കും നോക്കി. ഇനിയിപ്പോ നമ്മള് ലാസ്റ്റ് ഏകദേശം സെറ്റ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ ഡെക്കറേഷൻസ് വേണമെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ മേലായിട്ട് നമ്മൾ ഈ സ്റ്റാർ ഒന്ന് വെക്കുന്നുണ്ട്. സ്റ്റാർ മേലെ വെക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ മേലെ നമുക്ക് ഹാപ്പി ക്രിസ്മസ് അല്ലെങ്കിൽ മേരി ക്രിസ്മസിനൊക്കെ എഴുതിയ ഒരു സാധനം കിട്ടും. അത് അവിടെ ഉണ്ടായിരുന്നില്ല, വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊന്ന് പോയി നോക്കണം. അപ്പൊ തൽക്കാലം നമ്മൾ ഇതേപോലത്തെ ഒരു സ്റ്റാർ വെക്കണ്ടോ. അതുപോലെ തന്നെ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റാറും ജസ്റ്റ് വെക്കാം. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാറും വെക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് മേലെ മേരി ക്രിസ്മസ് എഴുതിയൊരു സാധനം കിട്ടുകയാണെങ്കിൽ അതും, അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഡെക്കറേഷൻസ് വേറെ ടൈപ്പ് മോഡൽ ഉണ്ടെങ്കിൽ വരയ്ക്കാം അല്ലെ. ആ ഒരു സാധനം, അതുപോലെ തന്നെ ലൈറ്റ് വേണം. ലൈറ്റ് വാങ്ങാൻ ഭയങ്കരമായിട്ട് നോക്കില്ല, ഓർത്തില്ല. ആ ഒരു കാര്യം നമ്മൾ ഓർത്തേ ഇല്ല ലൈറ്റ് വേണം എന്നുള്ളത്. ഇങ്ങനെയാണ് നമ്മളെ കുട്ടപ്പനെ നമ്മൾ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും. കുട്ടപ്പി ഞങ്ങൾ കുട്ടപ്പനെ കുട്ടപ്പിയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം കോളേജ് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെന്റ് ഓവറാണ്. ഞാൻ ബാക്കിൽ നിന്ന് ശരിക്കും കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇതാണ് നമ്മളുടെ കുട്ടപ്പൻ. ഫൈനൽ ആയില്ല, എന്നാലും ഏകദേശം ഞങ്ങൾ സെറ്റാക്കി. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഓഫീസിൽ ആദ്യമായിട്ട് ഇത് വെക്കുന്നത്. നിങ്ങൾ ഇതിന് മുന്നേ വെച്ചിട്ടില്ലല്ലോ? ഇല്ല, ഇവിടെ വെച്ചിട്ടേ ഇല്ല കേട്ടോ. സാധനം സെറ്റ്. അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. സെറ്റായി, സെറ്റ്. ഇനി ബാക്കി എന്തെങ്കിലും ഡെക്കറേഷൻസ് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ ഞാൻ കൊടുക്കാം കേട്ടോ. സെറ്റായില്ലേ? പക്ഷെ അത്യാവശ്യം ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലുപ്പമുണ്ടോ. ജീനേഷിന് ഇത്രയുണ്ട്. ജീനേഷിനൊക്കെ ഇത്ര വലുപ്പമുണ്ട്. നമ്മൾ നോർമലി ഇത്രയൊക്കെ പൈസ ഉള്ളത് വെച്ചാൽ മതി അല്ലേ. 250 രൂപയ്ക്ക് ഈ ട്രീ അടിപൊളി കേട്ടോ. സെറ്റുണ്ട്, അത്യാവശ്യം തിക്കായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ പറഞ്ഞെല്ലാരും. ബൈ ബൈ.